ഹലോ ഡിയർ ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് ഒരു ടേസ്റ്റി ആയിട്ടുള്ളൊരു മീൻ കറി വെക്കാം. ഇത് കുറച്ച് വലിയ മീനാണ്. ഇതിന് ഇവിടെ തിരുത, കട്ട്ല എന്നൊക്കെ പറയാറുണ്ട്. നിങ്ങളുടെ നാട്ടിൽ ഇതിന് എന്തെന്നാ പേര് ഒന്ന് കമൻറ്റ് ചെയ്യണേ. സൈഡ്സിലെ ഫിന്നെല്ലാം കട്ട് ചെയ്ത് മാറ്റിയതിന് ശേഷം ചെതമ്പൽ നമുക്ക് ക്ലീൻ ചെയ്തെടുക്കാം. അതിനുശേഷം കുറച്ച് ഉപ്പിട്ട് രണ്ട് വശവും ഇതേപോലെ ഒന്ന് ഉരച്ച് ക്ലീൻ ചെയ്യാം. ഞാൻ ഇങ്ങനെയും ചെയ്യാറുള്ളത്. അപ്പം നല്ല ക്ലീനായിട്ട് കിട്ടും. അതിനുശേഷം ഇതിൻ്റെ തലയും വാലും എല്ലാം കട്ട് ചെയ്ത് ഉള്ളിലത്തെ എല്ലാം ക്ലീൻ ചെയ്ത് ചെറിയ പീസുകളാക്കി കട്ട് ചെയ്തെടുക്കാം. ഞാൻ ചെറിയ പീസുകളാക്കിക്കണം, വേറൊന്നും കൊണ്ടല്ല, നല്ലോണം ഉപ്പും പുളിയും പിടിക്കുമല്ലോ, അതിന് വേണ്ടിയാണ്. അപ്പോൾ അതിനേക്ക് ആവശ്യമുള്ള ഉള്ളി, ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ചതച്ചെടുക്കാം. ഉള്ളി ഞാനൊരു 10-11 എടുത്തിട്ടുണ്ട്. ഒരു പ്ലേറ്റിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി 1/2 ടീസ്പൂൺ, മുളക് പൊടി 2 ടേബിൾ സ്പൂൺ, മല്ലിപ്പൊടി 1 ടേബിൾ സ്പൂൺ ഇട്ട് ഇതൊന്ന് മിക്സ് ചെയ്ത് ആവശ്യത്തിന് വെള്ളവും ഒഴിച്ച് ഒരു പേസ്റ്റ് രൂപത്തിൽ നമുക്ക് മിക്സ് ചെയ്തെടുക്കാം. ഇത് പേസ്റ്റ് പോലെ ആക്കുന്നത് വേറൊന്നും കൊണ്ടല്ല, എണ്ണ ചൂടാകുമ്പോൾ നമ്മൾ പൊടികൾ മൂപ്പിക്കും, പെട്ടെന്ന് കരിഞ്ഞു പോകും. പൊടികളായിട്ടിട്ടുന്നാൽ ഇതെന്തുപോലെ നനച്ച് കൊടുത്തുന്നാൽ പെട്ടെന്ന് കരിയില്ല. ചതച്ച് വെച്ച ഉള്ളി, ഇഞ്ചി, വെളുത്തുള്ളി ഇട്ട് കൊടുത്ത് വേപ്പില ഇട്ടതിന് ശേഷം നനച്ച് വെച്ച പൊടികൾ ചേർത്ത് കൊടുക്കാം. ഈ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. ലൈക്കും ഷെയറും ചെയ്യാനും മറക്കല്ലേ. ഇത് നല്ലോണം ഒന്ന് മൂപ്പിച്ച് ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. ഞാനിപ്പോൾ കല്ലുപ്പാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. എണ്ണ തെളിഞ്ഞു വരുമ്പോൾ ഇതിലേക്ക് 2ാം പാലിട്ട് കൊടുക്കാം. തേങ്ങാപ്പാൽ നിങ്ങൾക്ക് ഇഷ്ടമില്ലെങ്കിൽ വേണമെങ്കിൽ വെള്ളം ഇട്ട് കൊടുക്കാം. മീൻ കഷ്ണങ്ങൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഞാൻ മീൻ കഷ്ണങ്ങൾ ഇടുന്നതിന് മുമ്പ് ഇത് നടുക്ക് ഒന്ന് വരഞ്ഞു കൊടുത്തിട്ടുണ്ട്, നല്ലോണം ഉപ്പും പുളിയും പിടിക്കാൻ വേണ്ടിയാണ്. ഇതൊന്ന് ചുറ്റിച്ച് കൊടുക്കാം. ഇതൊന്ന് തിളച്ച് തുടങ്ങുമ്പോൾ ഇതിലേക്ക് പുളിക്ക് പകരം ഞാൻ ഇട്ട് കൊടുക്കുന്നത് വിനാഗിരിയാണ്. അപ്പോൾ 2 ടേബിൾ സ്പൂൺ വിനാഗിരി ഇട്ട് കൊടുക്കാം. ഉപ്പ് പുളിയും നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ച് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാം. അതിനുശേഷം ഇത് നല്ലോണം ഒന്ന് തിളച്ച് വറ്റി തുടങ്ങുമ്പോൾ ഫ്ലെയിം ഓഫാക്കിയതിന് ശേഷം തലപ്പാലിട്ട് കൊടുക്കാം. അതായത് 1ാം പാലിട്ട് കൊടുക്കാം. 1ാം പാലിട്ട് ഇത് നല്ലോണം ഒന്ന് ചുറ്റിച്ച് കഴിയുമ്പോൾ നമ്മളുടെ ടേസ്റ്റി ആയിട്ടുള്ളൊരു മീൻ കറി റെഡിയായി.